ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ ഒരു വ്യക്തി ആരാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഡെസ്റ്റിനി എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഈ ഒരു സ്പ്രെഡ് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ വിസിബിളായിട്ട് കാണിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, അത് ഏത് തരത്തിലുള്ളൊരു കണക്ഷൻ ആണെന്നുണ്ടെങ്കിലും, ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സിംഗിൾസ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, വിവാഹം കഴിക്കാൻ താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം, മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു ബന്ധമാണെന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരുപാട് കാലപ്പഴക്കമുള്ള ഒന്നാണ്. അതായത് നിങ്ങളുടെ ഈ ഒരു ജന്മത്തിലുള്ള കാലപ്പഴക്കം മാത്രമല്ല ഉദ്ദേശിച്ചത്, തീർച്ചയായിട്ടും ഇതിനു മുൻപും ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ശക്തമായിട്ട് മുന്നോട്ട് പോയിരുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അതായത് നിങ്ങൾ തമ്മിൽ ആ ഒരു സോൾ കോൺട്രാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഉടമ്പടി അല്ലെങ്കിൽ ആ ഒരു സോളുമായിട്ടുള്ള ഉടമ്പടി ഉണ്ടായിട്ടുള്ള പേഴ്സൺസ് തന്നെയാണ്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു വഴിതെറ്റി വന്ന ഒരു രീതിയാണെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. പർപ്പസ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് എത്തേണ്ടുന്ന ഒരു വ്യക്തി തന്നെയാണ്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതിന് മുൻപും വളരെ സ്ട്രോങ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ചിലരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്നായിരിക്കും നിങ്ങൾ ഈ ഒരു ബന്ധത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണാണ് നിങ്ങളുടെ പാർട്ട്ണർ, അല്ലെങ്കിൽ ഹസ്ബൻഡോ വൈഫോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശക്തമായിട്ടുള്ള പ്രണയം മറ്റൊരു വ്യക്തിയുമായിട്ടുണ്ടായിരുന്നിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഒരു സമയത്തോ അല്ലെങ്കിൽ നിങ്ങളതൊരു മാരേജിലേക്ക് പോകുമെന്ന് വിചാരിച്ചൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതിൽ നിന്നാണ് കാലങ്ങൾക്ക് ശേഷം ഈ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും മറ്റൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. ആ ഒരു വ്യക്തിയിൽ നിന്ന് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു തിരിച്ചടി നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു റിലേഷൻഷിപ്പായിട്ട് ഇത് മാറുന്നൊരു ഘട്ടത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ആലോചിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ കുറിച്ച് ഒരു സംശയം തോന്നിയിട്ടുണ്ടാവില്ല. വേണമെങ്കിൽ നിങ്ങളെ പലരും പ്രപ്പോസ് ചെയ്തപ്പോൾ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാത്തൊരു വ്യക്തിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒന്നും അത്രയധികം ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ആരെയും ട്രസ്റ്റ് ചെയ്യാൻ കൂട്ടാക്കാത്തൊരു പേഴ്സൺ ആയിരിക്കാം. പൊതുവേ അങ്ങനെ ഒരു വ്യക്തി റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ഇഷ്ടമാണെന്നൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ എല്ലാം സംശയദൃഷ്ടിയോടുകൂടി വീക്ഷിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നൊരു സമയത്ത് നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ഡൗട്ടും തോന്നിയിട്ടുണ്ടാവില്ല. അതായത് ഇവരെ നിങ്ങൾക്ക് സംശയിക്കാനായിട്ടോ അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുന്നൊരു വ്യക്തിയാണെന്നോ ഒരിക്കലും ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ തീർത്തും ഒരു പുതിയ ചാപ്റ്ററാണ്, ഒരു പുതിയ അധ്യായം എന്ന് നമ്മൾ പറയുന്നത് പോലെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ്. കാരണം നിങ്ങൾ അതുവരെ അനുഭവിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ കണ്ടിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കില്ല ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ കടന്നു വന്ന ശേഷം ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം, നിങ്ങളെന്നുള്ള ആ ഒരു വ്യക്തി തന്നെ മാറിപ്പോയിട്ടുണ്ടാവാം. അതായത് പണ്ട് നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കില്ല ഈ ഒരു പേഴ്സൺ വരുമ്പോൾ. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഹെൽത്ത് ശ്രദ്ധിക്കുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ലൈഫിൽ കുറച്ചും കൂടി അംബീഷ്യസ് ആയിട്ട് മാറിയിട്ടുണ്ടാവാം. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വന്ന ശേഷം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഈ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വഴിതെറ്റി വന്നതല്ല, ഇവർ വന്നതിന് എന്തോ ഒരു പർപ്പസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോടുള്ള നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാട് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോടുള്ള ഒരു ട്രസ്റ്റ് കൊണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഒരിക്കലും ഇവരൊരു ഓർഡിനറി പേഴ്സൺ അല്ല, നിങ്ങളുടെ ലൈഫിൽ അവരൊരു ഓർഡിനറി പേഴ്സൺ അല്ല. തികച്ചും എന്തൊക്കെയോ അർത്ഥങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യത്തോടു കൂടി മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന്
ചിലപ്പോൾ ഈ റീഡിങ്ങോ അല്ലെങ്കിൽ ടാരറ്റോ ഒക്കെ എന്താണെന്ന് അറിയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സോൾ വൈസ് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഇവിടെ ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സണേക്കാൾ ഒരുപാട് സ്ട്രോങ് ആൻഡ് ബോൾഡായിട്ട് അല്ലെങ്കിൽ വളരെ മെച്ചുറായിട്ട് കാര്യങ്ങൾ കാണുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പക്വതയോടുകൂടി കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഏത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിൽ വളരെ പ്രാക്ടിക്കലായിട്ടൊക്കെ ആലോചിച്ച് മുന്നോട്ട് പോയിരുന്ന വ്യക്തികൾ നിങ്ങളായിരിക്കാം. അവർ കുറച്ചൊരു ഇമ്മച്വർ എനർജി ആവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ചിലപ്പോൾ ഏജ് വൈസ് കുറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് വളരെ കുട്ടിക്കളിയായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയായിരിക്കാം. വളരെ തമാശകളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ വളരെ ഇന്നസെൻ്റ് എന്നുള്ളൊരു രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് വളരെയധികം മെച്ചുറായിട്ട് അല്ലെങ്കിൽ വളരെ പക്വതയോടുകൂടിയാണ് കാര്യങ്ങൾ സമീപിച്ചിട്ടുള്ളത്. ഒരു കണക്കിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വഴികാട്ടി എന്നൊക്കെ പറയില്ലേ, ആ ഒരു തരത്തിലാണ് അവരുടെ ലൈഫിൽ നിങ്ങൾക്കുള്ളൊരു സ്ഥാനം. ചിലപ്പോൾ നിങ്ങൾ ചെന്നതിന് ശേഷം ആ ഒരു വ്യക്തിയുടെ ലൈഫ് ആകെ മാറി മറിഞ്ഞിട്ടുണ്ടാവാം. ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് അവർക്ക് വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ സജഷൻസോ അഡ്വൈസോ ഒക്കെ ആ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടാവാം. അതുകൊണ്ട് നിങ്ങൾ ചെന്നതോടുകൂടി ആ ഒരു വ്യക്തിയുടെ ലൈഫ് നമ്മൾ കളറായി എന്നൊക്കെ പറയുന്നത് പോലെ ഒരുപാട് ഒരു മികച്ച മാറ്റം കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവും അവരുടെ ഒരു ലൈഫിൽ. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ അവരെ യൂട്ടിലൈസ് ചെയ്യുന്ന ആരൊക്കെയോ അവർക്ക് ചുറ്റുമുണ്ട്. ഒരുപക്ഷെ അത് അവരുടെ ഫാമിലിയിലുള്ള പേഴ്സൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കണക്ഷൻസ് ആയിരിക്കാം. കാരണം ഈ ഒരു വ്യക്തിയെ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ ഒരു നല്ല കണ്ണിലല്ല അവരെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്തൊക്കെയോ കാര്യങ്ങൾ മുതലാക്കണം എന്നുള്ളൊരു രീതിയിൽ ഈ ഒരു പേഴ്സണ് കൂടെ കൂടിയിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഒപ്പം നിൽക്കുന്ന കുറച്ച് വ്യക്തികൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വ്യക്തികളുടെ സാന്നിധ്യം നമ്മൾക്ക് കാണുന്നത് പോലെ തന്നെ ഈ ഒരു പേഴ്സൺ അതിനകത്ത് വളരെയധികം ഡെസ്പറേറ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ്. അതായത് അവരതിനകത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും അറിയാം അവരുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തികൾ അത്രയും അവരെ സ്നേഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തോ നിൽക്കുന്നവരല്ല. സ്വന്തമായിട്ട് അവരെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അല്ല, എല്ലാം നല്ലൊരു കണ്ണിലല്ല അവർ കാണുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ ഈ ഒരു പേഴ്സണ് മനസ്സിലാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു വ്യക്തി അത്രയും അധികം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് കഴിവതും മാക്സിമം ദൂരെ പോകാനായിട്ട് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള വ്യക്തികളോ ഒക്കെ ഇവരുടെ ലൈഫിൽ അത്രയധികം സ്വാധീനമുള്ള ഒരു പേഴ്സൺ തന്നെയായിരിക്കും. ഇപ്പോൾ ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കണക്കിനും ഉപേക്ഷിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു എനർജി ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ലൈഫിൽ അവരൊരു വഴികാട്ടിയായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഇവരുടെ മാത്രം ഒരു വെൽവിഷറാണ്, ഇവരുടെ നല്ലതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ് എന്നൊക്കെയുള്ളൊരു പ്ലേസിലായിരിക്കും അവർ നിൽക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു മാസ്കിലായിരിക്കാം അവർ നിൽക്കുന്നത്. പക്ഷേ ആക്ച്വലി ആ പുറമേ കാണുന്നത് പോലെയുള്ള ഒരു സ്നേഹമോ അല്ലെങ്കിൽ ആ ഒരു കെയറിങ്ങോ ഒന്നും മാനസികമായിട്ട് കൊടുക്കാത്ത ഒരു പേഴ്സൺസാണ് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ചുറ്റിനും ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പേഴ്സൺസിൻ്റെ ആ ഒരു ശല്യം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇൻ്റർഫിയർ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതിനകത്ത് ഒരുപാട് പ്രോബ്ലംസ് സൃഷ്ടിച്ചിട്ടുണ്ടാവാം. മേ ബി നിങ്ങൾ തമ്മിലുള്ള പ്രോബ്ലംസോ കാര്യങ്ങളോ ഒക്കെ കൂടുതലായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പകരം ഇങ്ങനെയുള്ള ആളുകളുടെ കാര്യം സംസാരിച്ചിട്ടായിരിക്കാം മേ ബി കൂടുതലായിട്ട് നടന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളും ഈ ഒരു പേഴ്സണും തമ്മിലുള്ളൊരു സെപ്പറേഷൻ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന പങ്കെന്ന് പറയുന്നത് ഇതുപോലെയുള്ള വ്യക്തികളായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എന്നുള്ള ആ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അത്രയധികം സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ അത്രയധികം നിങ്ങളൊരു മറ്റുള്ള വ്യക്തികളെക്കാളും കുറച്ചും കൂടി മുൻപിൽ ഏത് കാര്യം കൊണ്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിൽ വരുന്ന വ്യക്തികളായിരിക്കും. ചിലപ്പോൾ ഒരു എക്സ്ട്രാ ഓർഡിനറി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു എനർജിയുള്ള പേഴ്സൺസിനെയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വയം അറിയാലോ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ മറ്റുള്ള വ്യക്തികളെക്കാൾ വിഭിന്നരാണോ. ഇനി ചിലവരെയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യമായിരിക്കില്ല, അവരുടെ ലൈഫിൽ അവരൊരു സർവൈവർ ആയിരിക്കാം. അതായത് മറ്റേതെങ്കിലും വ്യക്തികളാണ് നിങ്ങളുടെ പ്ലേസിലെങ്കിൽ തീർത്തും അടിയിൽ പോകാവുന്ന അല്ലെങ്കിൽ ഒരിക്കലും കയറി വരാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വരും. പക്ഷെ നിങ്ങളതെല്ലാം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഓവർകം ചെയ്ത് വന്നിട്ടുള്ള വ്യക്തികളായിരിക്കാം. അപ്പോൾ എന്തോ ഒരു പവർ നിങ്ങളിലുണ്ട് എന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ അവനവന് തന്നെ ഫീൽ ചെയ്യാമല്ലോ. ആ ഒരു ഇൻറ്റ്യൂഷൻ പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് രാശിയുള്ളൊരു വ്യക്തിയായിരിക്കാം. അതിന് എക്സാമ്പിളായിട്ടൊരു കാര്യം പറയാം. ചിലപ്പോൾ ഇപ്പോൾ ഒരു കടയിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ആരും ഇല്ലാതെ കാലിയായിട്ടിരിക്കുന്നൊരു കടയായിരിക്കും, അല്ലെങ്കിൽ അവിടെ തിക്കും തിരക്കൊന്നും ഇല്ലാതെ ആരും ഇല്ലാതിരിക്കുന്ന ഒരു സന്ദർഭത്തിലായിരിക്കും നിങ്ങൾ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഒരുപാട് ആളുകൾ അവിടെ വന്ന് നിറയുക. അത് ചിലപ്പോൾ ഒരു പ്രാവശ്യം ആയിരിക്കില്ല, ഒരുപാട് തവണ നിങ്ങൾക്കിത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. പലപ്പോഴും നിങ്ങൾ ഏതെങ്കിലും ഒരു കടയിൽ ആളില്ലാത്ത അല്ലെങ്കിൽ തിരക്കില്ലാത്തൊരു കട നോക്കി ചെല്ലുമ്പോൾ ഒരുപാട് ആളുകൾ അവിടെ വന്ന് ആ ഒരു കടയിലേക്ക് കയറി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെയോ തരത്തിലൊരു രാശി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് യാതൊരു യൂസും ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടേതായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അതുപോലെയുള്ള ആ ഒരു രാശി കിട്ടിയെന്ന് വരില്ല. പക്ഷെ മറ്റുള്ളവർക്ക് നിങ്ങൾ ഭയങ്കരമായിട്ടൊരു ഹെൽപ്പായിട്ട് മാറുന്നു.
ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻറ്റ്യൂഷൻ പവർ വളരെയധികം കൂടുതലായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നത് പോലെ വരാറുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രവചിക്കുന്ന ചില കാര്യങ്ങൾ ശരിയായിട്ട് വരാറുണ്ടാവാം. ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഹീലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഇപ്പോൾ ടാരോട്ട് പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അസ്ട്രോളജി വൈസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, അല്ലെങ്കിൽ അതിനകത്തൊക്കെ നമുക്ക് ആ ഒരു ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ചില കഴിവുകളുണ്ട്. അങ്ങനെയുള്ളൊരു കഴിവ്, ആ ഒരു ടാലൻ്റ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വയം തോന്നിയിട്ടുണ്ടാവാം, ദൈവമേ മറ്റുള്ളവർക്ക് ഞാൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണങ്ങളും നന്മയും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഞാൻ കാരണം ഉണ്ടാകുന്ന ആ ഒരു രാശി എൻ്റെ കാര്യത്തിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ രക്ഷപ്പെട്ടു പോയാനേ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു വന്നിട്ടുള്ളൊരു പേഴ്സണാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ സർവൈവർ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം, പക്ഷേ ഇതെല്ലാം അതിജീവിക്കാൻ മാത്രമുള്ള ഒരു കെൽപ്പുള്ള വ്യക്തിയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഓൾറെഡി ഈ ഒരു പേഴ്സണുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതേ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, അല്ലെങ്കിൽ ആ ഒരു സോൾ കോൺട്രാക്റ്റ് ഉള്ള വ്യക്തികളാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും അധികം സ്ട്രോങ് ആയിട്ടുള്ളൊരു വിൽ പവർ, അതായത് മറ്റുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തളർന്നു പോകാവുന്ന സാഹചര്യമൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ ഇത് തന്നിട്ടുള്ളത് പോലും ഇങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾക്ക് സഫർ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളത് കൊണ്ടാണ്. താങ്ങാൻ ശക്തിയുള്ളവനെ വേദനകൾ കൊടുക്കൂ എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈഫിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ അധികം തെറ്റോ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെയും നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ കിടന്ന് സഫർ ചെയ്യുന്നു എന്നുള്ള ഒരു തോട്ടെല്ലാം നമ്മളിലൂടെ പലർക്കും കടന്നു വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സോൾ കോൺട്രാക്റ്റ് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ നമ്മൾ ഇതെല്ലാം എഗ്രി ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അല്ലെങ്കിൽ നമ്മളിവിടെ അനുഭവിക്കാൻ പോകുന്ന എല്ലാ വേദനകളും കഷ്ടപ്പാടുകളും എല്ലാം നമ്മൾക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കുന്ന വ്യക്തികൾ തന്നെയായിരുന്നു. വ്യക്തികളെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മളുടെ സോളിന് അതെല്ലാം അറിയാവുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ഏറ്റെടുക്കാൻ റെഡിയായിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മൾക്ക് യാതൊരു കാര്യങ്ങളും അറിയില്ല. നമ്മൾ തികച്ചും സാധാരണമായിട്ട് തന്നെ എല്ലാം കാണുന്നു, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള ഒരു ചോദ്യം ചെയ്യലുമായിട്ട് മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത് നിങ്ങളുടെ റീഡിംഗ് ആണോ, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഇത്തരത്തിൽ എനർജിയിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് സർവൈവ് ചെയ്തിട്ടുള്ളൊരു പേഴ്സണാണോ, ഒരുപാട് പെയിൻ അനുഭവിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്, എന്നിട്ട് നിങ്ങളിപ്പോഴും തളരാതെ പിടിച്ചു നിൽക്കുന്നുണ്ടോ? ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ റീഡിംഗ് ആണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു ലെസ് കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ പഴയതുപോലെ ആവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ പർപ്പസ്ഫുള്ളി ചിലവർ അതിനെ അനുവദിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഏത് സാഹചര്യത്തിലൂടെയാണെന്നുണ്ടെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ബന്ധം പൂർണ്ണമായിട്ടും കട്ട് ഓഫ് ചെയ്ത് പോയി കഴിഞ്ഞാലും, ചിലവരുടെ അങ്ങനെ ഓൾറെഡി പോയിട്ടുണ്ടാവും, തീർച്ചയായിട്ടും ബ്രേക്കപ്പ് എന്നുള്ള രീതിയിൽ തന്നെ മാറിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ടും ഇത് അവസാനിച്ച് പോയി കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഇതിനൊരു റീബർത്ത് ഉള്ള റിലേഷൻഷിപ്പ് തന്നെയാണ്. ഒരിക്കലും ആർക്കും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് കട്ട് ചെയ്ത് കളയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു പൊക്കിൾ കൊടി ബന്ധമാണ് എന്ന് പറയും. പക്ഷേ ആ ഒരു പൊക്കിൾ കൊടി ആ കുഞ്ഞ് ഭൂമിയിലേക്ക് പറക്കുന്ന ഒരു നിമിഷം നമ്മളത് കട്ട് ചെയ്ത് കളയാണ്. പക്ഷേ എങ്കിലും അതൊരു വ്യക്തിയായിട്ട് മാറിക്കഴിയുമ്പോഴും അമ്മയും കുഞ്ഞും എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ തന്നെ നിൽക്കുകയാണ്. അത് തീർത്തും അവർ രണ്ടുപേരുടെയും കാലം കഴിയും തോറും, അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഇനി ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാലും ഇന്ന വ്യക്തിയുടെ മകനാണ് അല്ലെങ്കിൽ മകളാണ് എന്ന് തന്നെ നമ്മൾ പറയാറുള്ളൂ. അതായത് ഒരു കാര്യത്തിനും ആ റിലേഷൻഷിപ്പ് കട്ട് ചെയ്ത് കളയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പെയിൻ നിങ്ങൾ അനുഭവിക്കണം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അനുഭവിക്കണം. നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു സഫറിങ്സ് എന്ന് പറയുന്നത് മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. അപ്പോൾ അത് നിങ്ങളിവിടെ വരുന്നു, അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കാർമികമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ തീർക്കേണ്ടതായിട്ടുള്ള ചില കടങ്ങളുണ്ടാവാം. ഇതെല്ലാം വീട്ടാനായിട്ട് പരസ്പരം നിങ്ങൾ രണ്ടുപേരും ഹെൽപ്പ് ചെയ്യുകയാണ്. പക്ഷെ നമ്മളത് അറിയുന്നില്ല. നമ്മളുടെ കണ്ണിൽ നമ്മൾ ഒരുപാട് പെയിൻ സഹിക്കുന്നു, ആ ഒരു പേഴ്സൺ മാറിപ്പോയിരിക്കുന്നു, അല്ലെങ്കിൽ ചില വ്യക്തികൾ വന്നിട്ട് ഇടയിൽ കയറിയിട്ട് മാറ്റി രണ്ടുപേരെ രണ്ട് വഴിക്കാക്കിയിരിക്കുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ അതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ് നിങ്ങൾ പരസ്പരം നിങ്ങളുടേതായിട്ടുള്ള എല്ലാ കടങ്ങളും വീട്ടാൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ തമ്മിലൊരു ചെറിയ കുറവായിട്ടോ അല്ലെങ്കിൽ മാറി നിൽക്കുന്ന ഒരു എനർജി ആയിട്ടോ നോ കോണ്ടാക്റ്റിലേക്കോ ഒക്കെ പോയിട്ടുള്ളതെങ്കിലും, ഇവിടെ ഈ ഒരു പേഴ്സണ് വേണ്ടത് കുറച്ച് സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു സ്ട്രെങ്ത് ലഭിച്ച് മുന്നിലേക്ക് വരാനുള്ളൊരു സമയമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുടേതായിട്ടുള്ള കടങ്ങൾ വീട്ടിൽ തീർക്കാനെടുക്കുന്ന ഒരു സമയമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ധൈര്യപൂർവ്വം ഇരിക്കേണ്ടുന്ന ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോവില്ല. അല്ലെങ്കിൽ ആരതിനെ ഇൻ ബിറ്റ്വീൻ വന്നു കഴിഞ്ഞാലും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും
വീണ്ടും ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. നിങ്ങളുടെ സൈക്കിളിലുള്ള ഒരു പേഴ്സൺ തന്നെയാണെന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങളെന്നുള്ള ഒരു വ്യക്തി ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെ മുന്നോട്ട് കടന്നു പോയിരിക്കുന്നു. അതുപോലെ തന്നെ സ്പിരിച്വലി നിങ്ങൾ ഒരുപാട് അടുത്തിട്ടുണ്ടാവാം. ആ ഒരു യൂണിവേഴ്സ് എന്താണ്, ഡിവൈൻ എന്താണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തിയും ആ ഒരു തരത്തിലേക്ക് ഉയരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ സഞ്ചരിച്ച ആ ഒരു വഴി അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അവരായിട്ടും കൂടി അനുഭവിച്ച് മുന്നോട്ട് വരേണ്ടെന്ന ഒരാവശ്യമുണ്ട്. അതായത് നമ്മൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരാൾക്കത് മനസ്സിലാവില്ല. നമ്മൾ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മുടെ ലൈഫിൽ നമ്മളായിട്ട് തന്നെ അനുഭവിച്ച് പഠിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശേഷം ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം നിങ്ങൾ വെയിറ്റ് ചെയ്താലും വെയിറ്റ് ചെയ്തില്ലെങ്കിലും ആ വ്യക്തി കറങ്ങിത്തിരിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ കടന്നു വരും എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ പലരുടെയും ജീവിതത്തിൽ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ രണ്ടാമതായിട്ട് കടന്നു വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ആദ്യം മറ്റൊരു ജീവിതം ഉണ്ടാവുകയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും അതിനകത്ത് നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി രണ്ടാമതായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന് പോലും തീർച്ചയായിട്ടും ഒരു പർപ്പസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങൾ ജനിച്ച ശേഷമാണ് ആ ഒരു വ്യക്തി ഭൂമിയിൽ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അവരുടെ ജനനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശേഷമാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇമ്മച്വർ എനർജിയാണ്. അല്ലെങ്കിൽ ഏജ് വൈസ് ആണെന്നുണ്ടെങ്കിൽ അവർ വളരെ ചെറുതാണ് എന്ന് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഇതൊരു ഡിവൈൻ ടച്ച് ഉള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഇതിനകത്ത് എന്ത് പ്രതിസന്ധികൾ വന്നോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്ത് തടസ്സങ്ങൾ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ മാറിപ്പോവേണ്ടുന്ന സമയത്ത് ഡിവൈനായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയും. അത് നിങ്ങളത് ഓർത്ത് തലകൊണ്ടാക്കിയോ അല്ലെങ്കിൽ അതിനുള്ള പോംവഴി ആലോചിച്ച് ബുദ്ധിമുട്ടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ തന്നെ ആ പേഴ്സണുമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ളൊരു ജീവിതം, നിങ്ങൾ എന്താണോ ആ ഒരു വ്യക്തിയുമായിട്ട് ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ കൂടെ ഉണ്ടാവണം എന്നാണോ നിങ്ങൾ ആഗ്രഹിച്ചത്, ആ ഒരു രീതിയിലേക്ക് ഇത് മാറി മറിയും എന്നുള്ളതാണ്. നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ ആ ഒരു അൾട്ടിമേറ്റ് ലവ് അല്ലെങ്കിൽ ആ ഒരു ലവിൻ്റെ അത്രയും ആ ഒരു ഫ്ലോയിങ് അത് മുഴുവൻ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും നിങ്ങളുടെ എനർജി ആണോ എന്നുള്ളത്. ഇവിടെ പറഞ്ഞ ആ ഒരു ജീവിതാനുഭവങ്ങളിലൂടെയെല്ലാം നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ, നിങ്ങളുടെ വ്യക്തി അങ്ങനെയുള്ളതാണോ, നിങ്ങളുടെ ലൈഫിലേക്ക് രണ്ടാമതായിട്ട് വന്നിട്ടുള്ള റിലേഷൻഷിപ്പാണോ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. എങ്കിലും നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് നമ്പർ 22 ആണ്. ലെറ്റർ എൽ. നമ്പർ 17 തൃക്കേട്ട നക്ഷത്രം. ലെറ്റർ എം. ലെറ്റർ സി. നമ്പർ 18. നമ്പർ 2. നമ്പർ 8. നമ്പർ 4. കണ്ണൂർ ഡിസ്ട്രിക്റ്റ്. തിരുവോണം നക്ഷത്രം. കാസർഗോഡ്. ഇടുക്കി. ലെറ്റർ ടി. ടി ആണ് കേട്ടോ. നമ്പർ 31 മകം നക്ഷത്രം. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്. ലെറ്റർ എ. ലെറ്റർ ഡി. ലെറ്റർ എൻ. ലെറ്റർ ഡബ്ല്യു ആൻഡ് ഫൈനലി ഉത്രട്ടാതി. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ എനർജി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ടോ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഈ ഒരു റീഡിങ്ങിന് എന്തെങ്കിലും ഒരു മാച്ചിങ് ഉണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറയാം. നിങ്ങളുടേതാണെങ്കിൽ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.